വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരെങ്കിലും ഒത്താശ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്നതാണ് സത്യം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥ റാണിമോൾക്ക് 2018 പിടിവീണത്. 1 കിലോ സ്വർണം കടത്തിയ യുവാവിന് സഹായം ചെയ്തു കൊടുത്ത കേസിൽ 8 വർഷങ്ങൾക്ക് ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥയ്ക്ക് ശിക്ഷയും വിധിച്ചിരിക്കുന്നു. റാണിമോൾക്ക് 11 വർഷം തടവും 2ാം പ്രതി സബീർ അബ്ദുൽ കരീമിന് 7 വർഷം തടവുമാണ് ശിക്ഷ. മാർച്ച് 10 ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയ എമിറേറ്റ്സ് വിമാനത്തിലാണ് 1 കിലോ സ്വർണം കടത്തിയത്. മെറ്റൽ ഡിറ്റക്ടർ വഴി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് മുൻപ് പ്രതിയായ സബീർ കസ്റ്റംസ് ഉദ്യോഗസ്ഥയായ റാണിമോളെ സ്വർണം ഏൽപ്പിക്കുകയായിരുന്നു. പരിശോധന നടത്താതെ സ്വർണം സബീറിന് കൈമാറുന്നതിനിടയിലാണ് റാണിമോളും സബീറും പിടിയിലാകുന്നത്. സ്വർണം സബീറിൽ നിന്നും കണ്ടെടുത്തതാണെന്ന് വ്യാജരേഖ ഉണ്ടാക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥയെ സംരക്ഷിക്കാൻ ശ്രമം നടന്നിരുന്നു. പിന്നീട് CBIക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സത്യം തെളിഞ്ഞത്. റാണിമോളെ സഹായിച്ച സഞ്ജീവ് എന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും പ്രതി ചേർത്തെങ്കിലും പിന്നീട് മാപ്പ് സാക്ഷിയാക്കി. വിവിധ വകുപ്പുകൾ പ്രകാരം റാണിമോൾക്ക് 11 വർഷം തടവും 1,40,000 രൂപ പിഴയും 2ാം പ്രതി സബീർ അബ്ദുൽ കരീമിന് 7 വർഷം തടവും 90,000 രൂപ പിഴയുമാണ് പ്രത്യേക CBI കോടതി വിധിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.